നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതോ അതോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതോ ആയ ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്. എപ്പോഴും നമ്മുടെ സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്ന് മാത്രം ക്രെഡിറ്റ് കാർഡ് പണമിടപാടുകൾ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഡ്യൂ ഡേറ്റ് കൃത്യമായി നോക്കുന്ന ഒരാളാണോ? ഓരോ മാസവും ബാങ്ക് നമുക്ക് നൽകുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ ബാലൻസ് പൂർണ്ണമായും അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അവധി കഴിഞ്ഞാണ് ക്യാഷ് തിരിച്ചടയ്ക്കുന്നതെങ്കിൽ ഉയർന്ന പലിശ ഈടാക്കുകയും കൂടാതെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. എന്നാൽ ATM ഭാഗത്തേക്ക് ക്രെഡിറ്റ് കാർഡായി പോകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലൂടെ ഉയർന്ന പലിശ നിരക്കാണ് ഈടാക്കുന്നത്. മാത്രമല്ല, ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് നിരന്തരം പരിശോധിക്കുന്നതിലൂടെ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും രീതിയിലുള്ള ഹിഡൻ ചാർജസ് ഈടാക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനും സഹായിക്കും. നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗിലും ഓഫ്ലൈൻ ഷോപ്പിംഗിലും ഒക്കെ പരമാവധി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. ക്യാഷ് ബാക്ക്, ട്രാവൽ പോയിന്റ്സ്, മറ്റുള്ള ക്രെഡിറ്റ് കാർഡ് റിവാർഡ്സ് എന്നിവ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഉത്തരവാദിത്തത്തോടു കൂടി ഉപയോഗിച്ചാൽ ഏറെ പ്രയോജനകരമാണ് ക്രെഡിറ്റ് കാർഡ്.